രാജഗിരിയിലെ കരിങ്കൽ ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവയ്ക്കാൻ കളക്ടർ ഉത്തരവായി. ക്വാറികൾ പ്രവർത്തിപ്പിക്കുമ്പോഴുള്ള നിയമലംഘനങ്ങളും പാരിസ്ഥിതിക പ്രശ്നങ്ങളും പരിഹരിക്കുന്നതുവരെ ഖനനം നിർത്തിവയ്പ്പിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ജില്ലാ ജിയോളജിസ്റ്റിനെ ചുമതലപ്പെടുത്തിയാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. This news brought to by Boche Gold and Diamonds. Buy now, pay later. ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരിയിൽ പ്രവർത്തിക്കുന്ന 2 കരിങ്കൽ ക്വാറികളും പാരിസ്ഥിതിക മലിനീകരണ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള രാജഗിരി പൈതൃക സംരക്ഷണ സമിതി നൽകിയ പരാതിയെ തുടർന്നാണ് ജില്ലാ കളക്ടറുടെ നടപടി. പ്രദേശത്തെ ക്വാറികളുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിനായി ഇക്കഴിഞ്ഞ ഒക്ടോബർ 29-ന് തളിപ്പറമ്പ് റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരടങ്ങിയ സംഘം സംയുക്ത പരിശോധന നടത്തിയിരുന്നു. ജില്ലാ ജിയോളജിസ്റ്റ്, പൊതുമരാമത്ത് വകുപ്പ്, കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, മണ്ണ് സംരക്ഷണ ഓഫീസർ, ഹസാർഡ് അനലിസ്റ്റ്, ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ, പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ, ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എന്നിവരടങ്ങിയ ഉദ്യോഗസ്ഥ സംഘം ക്വാറിയിലെത്തി പരിശോധന നടത്തുകയും സ്ഥലത്തെ സംഘടിച്ച പൈതൃക സംരക്ഷണ സമിതി പ്രവർത്തകരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും പരാതികൾ കേൾക്കുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ, വാർഡ് മെമ്പർ ഷാൻഡി കലാധരൻ എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും അന്ന് ഉദ്യോഗസ്ഥ സംഘത്തെ കണ്ട് പ്രദേശവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ അറിയിച്ചിരുന്നു. തുടർന്ന് ഉദ്യോഗസ്ഥ സംഘം തയ്യാറാക്കി നൽകിയ റിപ്പോർട്ടിൽ ക്വാറി പ്രദേശത്ത് നിരവധി നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിയതായി കളക്ടർ ജില്ലാ ജിയോളജിസ്റ്റ് നൽകിയ ഉത്തരവിൽ പറയുന്നുണ്ട്. ക്വാറി പ്രവർത്തനം മൂലം പ്രദേശത്ത് ദുരന്ത സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ക്വാറികൾ പ്രവർത്തിപ്പിക്കുമ്പോഴുള്ള നിയമലംഘനങ്ങളും പാരിസ്ഥിതിക പ്രശ്നങ്ങളും പരിഹരിക്കുന്നതുവരെ ക്വാറികളിലെ ഖനനം നിർത്തിവയ്പ്പിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവയ്പ്പിക്കാൻ കഴിഞ്ഞതിലൂടെ രാജഗിരിയിലെ ജനങ്ങൾ നേരിട്ട വലിയൊരു പ്രശ്നത്തിനാണ് പരിഹാരമായതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ പറഞ്ഞു. രാജഗിരിയിൽ പ്രവർത്തിക്കുന്ന 2 ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവെക്കാനായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട കലക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. വളരെ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കുകയാണ്. ആ നാട്ടിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നത്തിന് ഒരു താൽക്കാലിക പരിഹാരം ഉണ്ടായിട്ടുണ്ട്. ക്വാറിയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന നിയമലംഘനങ്ങൾ എല്ലാം പരിഹരിച്ചതിന് ശേഷം വീണ്ടും പ്രവർത്തനം തുടങ്ങാൻ പാടുള്ളൂ എന്നുള്ള നിലയിലാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനായിട്ട് ക്വാറി മുതലാളിമാരോട് ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഗുണകരമായ രീതിയിലുള്ള ഒരു പ്ലാൻ തയ്യാറാക്കി നൽകണമെന്നും ആ പ്ലാൻ ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകരിച്ച് അത് നടപ്പിലാക്കിയതിന് ശേഷം മാത്രം ക്വാറിയിങ് ആരംഭിക്കാൻ പാടുള്ളൂ എന്നാണ് ഉത്തരവിട്ട് രേഖപ്പെടുത്തുന്നത്. രാജഗിരിയിലെയും സമീപ പ്രദേശത്ത് വാർഡ് തലത്തിൽ പറഞ്ഞാൽ 8-9 വാർഡുകളിലെ ജനങ്ങൾ വളരെ അധികം ആശങ്കയോടെ കണ്ടുകൊണ്ടിരുന്ന വലിയ പ്രതിഷേധത്തിന് കാരണമാക്കിയ ഒരു പ്രവർത്തനമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. പഞ്ചായത്തിനെതിരായും ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ ശ്രദ്ധ കുറവ് കൊണ്ടാണ്, പഞ്ചായത്തിനുള്ള അധികാരങ്ങൾ വേണ്ടതിൽ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് എന്നൊക്കെയുള്ള സ്വരങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് വളരെ ധൈര്യമായിട്ട് പറയാൻ വേണ്ടി പറ്റും, പഞ്ചായത്തിന് ഉണ്ടായിരുന്ന അധികാരങ്ങൾ എല്ലാം പൂർണ്ണമായും ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, ഞാനും അവിടെ തന്നെ താമസിക്കുന്ന ആളാണ്, ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി എന്നും പഞ്ചായത്ത് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പഞ്ചായത്തിന് ഇല്ലാത്ത അധികാരങ്ങൾ, അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായ അധികാരങ്ങൾ പഞ്ചായത്ത് ഉപയോഗിച്ചില്ല എന്ന് പറയുന്നത് തെറ്റിദ്ധാരണ മൂലമാണ്. അത് ഞാൻ അവരോട് ഇതിനു മുമ്പും പല ആവർത്തി സംസാരിച്ചിട്ടുള്ളതാണ്. എന്തായാലും അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്തായാലും വളരെ ആശ്വാസകരമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ എന്തൊക്കെ ചൂണ്ടിക്കാണിച്ചോ, അതിൽ പഞ്ചായത്ത് സെക്രട്ടറി അംഗമായിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറി ചൂണ്ടിക്കാണിക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതിയുടെ അഭിപ്രായങ്ങളാണ് പഞ്ചായത്ത് സെക്രട്ടറി ചൂണ്ടിക്കാണിക്കുന്നത്. പഞ്ചായത്ത് സെക്രട്ടറി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം ഉത്തരവിൽ എടുത്തു പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയാണ് മറ്റേ ഓരോ വകുപ്പുകളിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ അവർ കണ്ടെത്തിയ നിയമലംഘനമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട് പരിഹരിച്ചതിന് ശേഷം മാത്രം ക്വാറിയിങ് ആരംഭിക്കുകയുള്ളൂ എന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയ പിടിവള്ളിയായിട്ട് കരുതുകയാണ്. ഇനി ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഓരോരുത്തരും
അവർ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് എന്ന് രേഖാമൂലം കിട്ടിയതിന് ശേഷം മാത്രമേ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ക്വാറി പ്രവർത്തനത്തിന് അനുമതി നൽകാൻ വേണ്ടി കഴിയുള്ളൂ. ഇപ്പം നമുക്ക് രേഖയായിട്ട് കയ്യിലുണ്ട്. കോടതിയിൽ പോകണമെങ്കിൽ കോടതിയിൽ പോകാനാണെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പരിഹരിച്ചതിന് ശേഷം മാത്രം. പക്ഷെ അതിൽ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് അതിലൊരു കാര്യം. അവർക്ക് പരിഹരിക്കാൻ കഴിയാത്തത്ര കാര്യങ്ങളുണ്ടെന്ന് ഞാൻ വിചാരിക്കണില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടത് അപകടകരമായി കിടക്കുന്ന മണ്ണ് നീക്കം ചെയ്യുക എന്നുള്ളതാണ്. അത് അന്ന് ഇവിടെ അവർ വന്ന ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചപ്പോൾ തന്നെ അവർ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇത് അപകടമാണ്. ഞങ്ങൾ അന്ന് ചർച്ചയിൽ വെച്ചൊരു നിർദ്ദേശമാണ് PWDയുടെ ആവശ്യത്തിന്, PWDയുടെ അല്ല, നാഷണൽ ഹൈവേയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എത്രയോ മണ്ണ് വേണം, ഈ മണ്ണ് അങ്ങോട്ട് കൊണ്ടുപോയി കൂടെ. അതും ഇവരുടെ ഉത്തരവിൽ പറയുന്നുണ്ട്. ഈ നിർദ്ദേശത്തിൽ, ഉത്തരവില്ലാതെ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്, മണ്ണ് ഹൈവേയുടെ പണിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഉപയോഗിച്ച് എങ്ങനെയാണെങ്കിലും ഇത് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, രാജഗിരി ഗ്രാനൈറ്റ്സ് സൂക്ഷിച്ചിരിക്കുന്ന മെറ്റലും ജെല്ലിയും അവിടെ ഉണ്ടായിരുന്നൊരു കൊച്ച് വളരെ ചെറിയ ഒരു കൈത്തോടിൻ്റെ പൈപ്പിട്ട് മൂടിയിട്ട് അതിൻ്റെ മുകളിലാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. അത് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം ഉപരി ഈ ക്വാറിയിൽ നിന്ന് വരുന്ന വെള്ളം താഴെയുള്ള ആളുകളുടെ കുടിവെള്ളമാണ്. ആ കുടിവെള്ളത്തിൽ രാസമാലിന്യങ്ങൾ കലരുന്നുണ്ട് എന്നുള്ള സംശയം മുമ്പ് മുതലേ ഉള്ളതാണ്. പഞ്ചായത്ത് മലിനീകരണ നിയന്ത്രണ ബോർഡിന് വെള്ളം പരിശോധിച്ച് റിപ്പോർട്ട് തരണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടിരുന്നു, തന്നില്ല. ആ കാര്യം വീണ്ടും കലക്ടർക്ക് കൊടുത്ത റിപ്പോർട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. കലക്ടർ അത് തന്നെ വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്, ഇങ്ങനെ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ അത് പരിശോധിക്കണം എന്നുള്ള നിലയിലുള്ള നിർദ്ദേശവും വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിചാരിക്കുന്നത് നാട്ടുകാരുടെ പരാതികളെല്ലാം അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയാണ്. ഇതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നതിന് ശേഷം അവിടെ ക്വാറിയിങ് നടത്താൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ ഇനി ക്വാറിയിങ് ഉണ്ടാവുള്ളൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒരു ആശ്വാസകരമായ തീരുമാനം എന്നുള്ളതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ ഭരണസമിതിയിലുള്ളത്. നിലവിൽ രാജഗിരിയിലെ ഒരു ക്വാറിയിൽ മാത്രമാണ് ഖനനം നടക്കുന്നത്. ഇതുകൂടി നിർത്തിവെക്കാൻ ഉത്തരവായതിലൂടെ രാജഗിരി പൈതൃക സംരക്ഷണ സമിതിയുടെ പ്രതിഷേധം ഫലം കാണുകയാണ്. പുതിയ ഉത്തരവിലൂടെ ക്വാറി പ്രവർത്തനം മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും നിയമലംഘനങ്ങളും പരിഹരിക്കുന്നതുവരെ ജനങ്ങളുടെ ആശങ്കകൾക്ക് താൽക്കാലിക പരിഹാരമായിരിക്കുകയാണ്. CC Net ന്യൂസ്, ചെറുപുഴ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later.